അവക്ക് കഴിച്ചാൽ ദഹിക്കാത്ത ഭക്ഷണമൊക്കെ ഈ ലോകത്തുണ്ടോ? അവക്ക് ശരിക്കും അസുഖമാണോ അതോ നമ്മളറിയാതെ വേറെന്തെങ്കിലും തരികട ഒപ്പിക്കുകയാണോ? അവൾക്ക് രാവിലെ മുതൽ നല്ല വയറുവേദനയുണ്ട്. ഇവൾക്ക് എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ചിലപ്പോ ഇങ്ങനൊക്കെ ഇവൾ എന്നോട് പറയുമ്പോ എനിക്ക് സംശയം തോന്നി ഞാൻ സൗന്ദര്യം അന്വേഷിക്കാൻ പോകുന്നു ഇവള് കണക്കൂട്ടി കാണും. എന്റെ ശ്രദ്ധ തെറ്റിയ ക്യാബില് ഇവള് കൈലാസ് സാറിനെ കാണാൻ പ്ലാനിട്ടുണ്ടാവും. ഒരു കാരണവശാലും ഞാൻ നിന്റെ മേലിന്ന് കണ്ണെടുക്കില്ല മോളെ. ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. നീ കുറെ നേരമായാലോ ഭക്ഷണം വെച്ച് കളിച്ചോണ്ടിരിക്കണ്. വേഗം കഴിച്ചൂടെ? എനിക്ക് വേറെ പരിപാടികളാ. സാറ് വയ്ക്കോ. അതിന് പാറു എന്തിനാ വേഗം ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ അവളോട് മാത്രല്ല എല്ലാവരോടും കൂടിയാ പറഞ്ഞേ. വേഗം കഴിച്ചിട്ട് എനിക്ക് പോണം. ഓർഡറുകൾ തീർക്കാനുള്ളതാ. മോള് ഭക്ഷണം കഴിച്ച് പതക്ക വന്നാതിട്ടാ. താങ്ക് യു സർ. യെസ് കമിൻ. ആ ഇതാര് സൗന്ദര്യോ? വാ. എന്താ പതിവില്ലാതെ മുകളിലേക്ക് വന്ന്? ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ സർ? ഹേയ് അങ്ങനെയൊന്നുമില്ല. താനൊരിക്കെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അയ്യോ വേണ്ട സർ, ഞാൻ കഴിച്ചു. താനിപ്പോ പാർവതിയുടെ ഹോസ്റ്റലിലാണല്ലേ താമസം? അതെ. പാർവതിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ. ശരി, സൗന്ദര്യം എന്തിനാ വന്നത്? പാറുവിന്റെ പ്രശ്നം എന്താണെന്ന് കൈലാസ് സാറിനോട് പറഞ്ഞ അവളെ ഈ അവസ്ഥയിലാക്കിയത് ആരാന്ന് കണ്ടുപിടിക്കാൻ കൈലാസ് സാർ സഹായിക്കില്ലേ? കൈലാസ് സാറിനോട് എല്ലാ സത്യം പറഞ്ഞാലോ? പറയാം. പാറുവിന് സാറ് വലിയ സപ്പോർട്ടായിരിക്കും. താനെന്താ ആലോചിച്ച് നിൽക്കുന്നത്? എനിക്ക് ആ വീഡിയോ വേണം സർ. ഏത് വീഡിയോ? ആ സിൽവർ ജൂബിലി ഫംഗ്ഷന്റെ വീഡിയോ. അത് സൗന്ദര്യക്ക് എന്തിനാ? അത് കിട്ടിയാലേ പാറുവിന്റെ പ്രശ്നം തീരൂ. പാർവതിക്ക് എന്ത് പ്രശ്നമുള്ളത്? അത് പിന്നെ എന്താ പ്രശ്നം പറയ് സൗന്ദര്യ. പാറുവിനൊരു പ്രശ്നം ഉണ്ടെന്ന് കേട്ടപ്പോ തന്നെ സാർ ഇത്രയും ടെൻഷനായി. എന്താണ് കാര്യമെന്നറിഞ്ഞ അന്ന് പാറുവിന്റെ ഹോസ്റ്റലിൽ പ്രശ്നം ഉണ്ടാക്കിയതുപോലെ കൈലാഷ് സാറ് നിയന്ത്രണം വിട്ട് പ്രതികരിച്ചെന്ന് വരും. പാറുവിന്റെ അവസ്ഥയെ പറ്റി എല്ലാവരും അറിയും. അത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറയ് സൗന്ദര്യ. ആ ഫംഗ്ഷനിൽ എല്ലാവരും ഡാൻസ് കളിച്ചില്ലേ? അതിൽ ആരാണ് ഏറ്റവും നന്നായി ഡാൻസ് ചെയ്തതെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നം നടക്കുക. ഞാൻ പറഞ്ഞു മോഹൻ ചേട്ടനാണ് ഏറ്റവും നന്നായി ഡാൻസ് ചെയ്തതെന്ന്. പാറു പറഞ്ഞു കൈലാഷ് സാറാണ് ഏറ്റവും നന്നായി ഡാൻസ് ചെയ്തതെന്ന്. പാർവതി ഞാൻ നന്നായി ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞോ? കണ്ടോ സാറിന് സംശയം തോന്നിയില്ലേ? സാർ ആ വീഡിയോ എനിക്ക് തന്ന ഞങ്ങൾ എല്ലാരും അത് കണ്ടിട്ട് ആരാണ് ഏറ്റവും നന്നായി ഡാൻസ് കളിച്ചതെന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് സാറിനെ അറിയിക്കാം. സൗന്ദര്യക്കെന്താ കൈലാഷിന്റെ ക്യാബിനിലെ കാര്യം? നീ ആരോട് ചോദിച്ചിട്ട് എവിടെ വന്നത്? നിനക്കൊന്നും ഇവിടെ കയറാനുള്ള പെർമിഷൻ ഇല്ലെന്ന് അറിയില്ലേ? മുക്ത, കാം ഡൗൺ. ഒരു സ്റ്റാഫ് എന്നെ കാണാൻ വരുന്നത് ഇത്ര വലിയ തെറ്റാണോ? സൗന്ദര്യ, ആ വീഡിയോ ഇപ്പൊ എന്റെ കയ്യിലില്ല. വീട്ടില് എന്റെ പേഴ്സണൽ ലാപ്ടോപ്പിലാണ് ഉള്ളത്. ഞാൻ അത് നാളെ എടുത്തോണ്ടുവരാം. ഓക്കെ? താങ്ക് യു സർ. എന്നാ ഞാൻ പോട്ടെ. ഏത് വീഡിയോയുടെ കാര്യോ സൗന്ദര്യ പറഞ്ഞത്? സിൽവർ ജൂബിലിയില് നമ്മളെല്ലാവരും ഡാൻസ് കളിച്ചതിന്റെ വീഡിയോ. ആരാണ് ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിച്ചെന്ന് അവര് തമ്മിൽ തർക്കമായെന്ന്. അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയ ഈ വീഡിയോ. താനിരിക്കെ, നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം. ഞാൻ കഴിച്ചു കൈലാഷ്. എനിക്ക് കുറച്ച് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനുണ്ട്. ഞാനെന്നാ അങ്ങോട്ട്. ഓക്കെ.
സൗന്ദര്യ, നീ എന്തിനാ സിൽവർ ജൂബിലി ഫംഗ്ഷന്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞത്? കൈലാഷ് സാർ പറഞ്ഞില്ലേ ആരാണ് ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാ. നീ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ ഞാൻ കൈലാഷ് അല്ല. സത്യം പറ, നിനക്ക് ആ വീഡിയോ എന്തിനാ? ആ വീഡിയോയില് പ്രധാനപ്പെട്ട എന്തോ വിഷയമുണ്ടെന്ന് പാറു പറഞ്ഞു. എന്ത് വിഷയം? മാഡം എന്തിനാ അതന്വേഷിക്കുന്നത്? പാറു ആ വീഡിയോ കണ്ട മാഡത്തിന് എന്താണ് കുഴപ്പം? നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാറായോ? ഞാൻ ഈ കമ്പനിയുടെ സിഇഒ ആണ്. നീ ഇവിടെ ജോലി ചെയ്യുന്ന വെറും ഒരു ടൈലർ. ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചോളാം, നീ അതിന് ആൻസർ പറഞ്ഞാ മതി. ജോലി ചെയ്യേണ്ട സമയത്ത് മുങ്ങി നടന്ന് ആരുടെയും പെർമിഷൻ വാങ്ങാതെ കൈലാഷിന്റെ ക്യാബിനിലേക്ക് ഇടിച്ചു കയറിയതിന് നിന്നെ ജോബിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. എന്റെ അടുത്ത് വെറുതെ ജാട കാണിക്കാൻ നിൽക്കണ്ട. പാർവതി എന്തിനാ ആ വീഡിയോ ആവശ്യപ്പെട്ടതെന്ന് പറയൂ.